ഹായ് ഹലോ അസ്സലാമു അലൈക്കും. മിസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചിക്കൻ ബിരിയാണി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ആദ്യം ചിക്കൻ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി ഇട്ട് മസാല കൂട്ടി വെക്കാം കേട്ടോ. ഇനി അതൊന്ന് കുറച്ച് എണ്ണ പറഞ്ഞ് ചട്ടിയിൽ ചൂടാക്കി എടുക്കാം കേട്ടോ. അരി പൊതിരാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം തന്നെ ചിക്കൻ പൊരിഞ്ഞ് വന്നിട്ട് കേട്ടോ. അപ്പോൾ ആ ചട്ടിയിൽ തന്നെ കുറച്ച് എണ്ണ പറഞ്ഞു കൊടുക്കാം. എണ്ണ ചൂടായ ശേഷം ഉള്ളിട്ട് കൊടുക്കുക കേട്ടോ. ഇനി അത് വാടി വരെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് ഇട്ട് കൊടുക്കുക. ഇനി അരിഞ്ഞ വെച്ച തക്കാളി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളകും പൊടിയും ഗരം മസാലയും മല്ലിപ്പൊടിയും കുറച്ച് തൈര് ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് മല്ലിച്ചപ്പും പുതിന ഇട്ട് കൊടുക്കുക. നല്ലോണം മിക്സായി കൊടുക്കുക. ഇനി പൊരിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സായി കൊടുക്കുക. ഇനി അരി വേവിച്ചെടുക്കാനുള്ള വെള്ളം വെക്കുക കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് ഇനി ഓലയും ക്യാരറ്റും പട്ടയും ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി വെള്ളം തിളച്ച് വന്നിട്ട് കേട്ടോ. ഇനി അരി ഇട്ട് കൊടുക്കുക. ഇനി മസാലയൊക്കെ വേറെ പാത്രത്തിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചോറ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചോറ് ദമ്മിടുകയാണ്. അപ്പോൾ കുറേശ്ശെ ഗരം മസാലപ്പൊടിയും കുറേശ്ശെ ചോറ് ഇട്ട് കൊടുക്കുക കേട്ടോ. ലാസ്റ്റ് കുറച്ച് ഗരം മസാലപ്പൊടി മല്ലിച്ചപ്പും പൊരിച്ച ഉള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. പൊരിച്ച എണ്ണ പറന്ന് കൊടുക്കുക കേട്ടോ. ഞാൻ കരൻ്റെ അടുപ്പുമായിട്ട് വെച്ചിരിക്കണം 5 മിനിറ്റാണ് ദമ്മിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ദമ്മ് പൊട്ടിക്കാം കേട്ടോ. അപ്പോൾ ബിരിയാണി റെഡി ആയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.